ഓക്കെ, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3-ലെ പാർട്ട് 3 ആനിമൽ എത്തിക്സിനെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 3-ലെ ലാസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആനിമൽ എത്തിക്സിനെ കുറിച്ചാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ 2 ലോയും അതുപോലെ തന്നെ ഒരു ബോഡീനെ കുറിച്ചുമാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 51A. അപ്പം ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് 5 മാർക്കിന്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് 5 മാർക്കിന് ക്വസ്റ്റ്യൻ. 5 മാർക്കിന് ഹൗ ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ആയിരിക്കും. അത് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം, 5 മാർക്കിന് വരാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ 2 നിയമങ്ങളും ബോഡിയുമാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ 2 മാർക്കിന് ചോദ്യം വന്നേക്കാം. 2 മാർക്കിന് ചോദ്യം വരുന്നത് ഇൻഡിവിജ്വൽ ആയിരിക്കും. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 51A ഓർ വാട്ട് ദിസ് സേസ് അബൌട്ട്, ഇങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവും. അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ഓഫ് ആനിമൽസ് ആക്ട് 1960. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യമായിരിക്കും വരിക. അല്ലെങ്കിൽ വാട്ട് ഈസ് CPC SEA. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ 2 മാർക്കിന് എന്താണ് അത് എന്ന് എഴുതി കഴിഞ്ഞാൽ മതി. ഇനി 5 മാർക്കിനാണ് ആനിമൽ എത്തിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹൗ ആനിമൽസ് ആർ ബീങ് പ്രൊട്ടക്റ്റഡ് എന്നോ എന്ത് ആസ്പെക്റ്റിലും ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 നിയമങ്ങളും ഈ CPC SEA കുറിച്ചും ഒന്ന് ഡിസ്ക്രൈബ് കഴിഞ്ഞാൽ മതി, 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആസ് പെർ ദ സിലബസ് നിങ്ങൾ ഈ 3 കണ്ടന്റേ പഠിക്കേണ്ടതുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശാലമായ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഭാസ്കരൻ സാറിൻ്റെ ബുക്കിൽ ആനിമൽ എത്തിക്സ് പാർട്ടിൽ ഒരുപാട് നിയമങ്ങളെക്കുറിച്ചും ഒരുപാട് ആനിമൽ എത്തിക്സിനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഞാൻ പറയുന്നത് പോലെ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു തരികയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വായന നിങ്ങൾ കുറച്ചും കൂടെ നന്നാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 51A ആണ്. ഓക്കെ, 51AG. അപ്പോൾ ഇതിൽ പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 51A. ഇത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് ഇന്ത്യൻ നിയമത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു 42 അമെൻമെന്റോട് കൂടിയിട്ടാണ്. ഓക്കെ, 42 അമെൻമെന്റ് ആക്ട് 1976. സോ പ്രൊവിഷൻസ് ഫോർ മാനേജ്മെന്റ്, പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് is already been incorporated with the Constitution of India by 42 Amendment Act 1976. ഇതിൻ്റെ അകത്തേക്കാണ് ഈ ആർട്ടിക്കിൾ 51A വരുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് 42 Amendment Act 1976. അപ്പം അന്ന് തന്നെ പറഞ്ഞതല്ലെങ്കിലും അതിൻ്റെ അകത്തേക്കാണ് ഇത്, അതിൻ്റെ പാർട്ടായിട്ടാണ് ഇത് പിന്നീട് ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ ആർട്ടിക്കിൾ 51A എന്താണ് പറയുന്നത്? ഇറ്റ് അസൈൻസ് എ സിമിലർ റെസ്പോൺസിബിലിറ്റി. അത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഓരോ ഇന്ത്യൻ സിറ്റിസനും, എവറി ഇന്ത്യൻ സിറ്റിസൺ ഫോർ പ്രൊട്ടക്ടിങ് ആൻഡ് ഇംപ്രൂവിങ് നാച്ചുറൽ എൻവയോൺമെന്റ്. സോ ഒരു ഉത്തരവാദിത്വം ഓരോ ഇന്ത്യൻ സിറ്റിസണും കൊടുക്കുകയാണ്. It states that it should be the duty of every citizen of India to protect and improve the natural environment, including forests, lakes, rivers, and wildlife, and to have a compassion for living creatures. Okay, ഈ ഒരു ഇൻവേർട്ടഡ് ഫോമിൽ കൊടുത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ പറയണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 42 അമെൻമെന്റ് ആക്ട് 1976 കുറിച്ച് മെൻഷൻ ചെയ്യണം. ആർട്ടിക്കിൾ 51 പ്രകാരം ഇന്ത്യൻ സിറ്റിസന് എന്താണ് ഡ്യൂട്ടി എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 51A നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. നൗ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ഓഫ് 1960 സെക്ഷൻ 17.1. അപ്പോൾ ഡയറക്റ്റ് ആക്ട് ആണത്. അപ്പം ഈ നിയമപ്രകാരം നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ആനിമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിൽഫുള്ളി, ഓക്കെ, നമ്മൾ വിൽഫുള്ളി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഏതെങ്കിലും ആനിമലിനെ
വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൂരത ആനിമലിനോട് ചെയ്തോ കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ പരിധിയിലാണ് വരിക. ഓക്കെ, ഇപ്പം ആദ്യം എന്ന് പറയുന്നത് 50 രൂപ ഫൈൻ. ഇപ്പം 50 രൂപ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1960 റൂളാണ് ഇത് എന്നുള്ളതാണ്. അന്നത്തെ 50 രൂപയാണ്, അല്ലാണ്ട് ഇന്ന് നമ്മൾ കൊടുക്കുന്ന 50 രൂപയല്ല. സോ ഇറ്റ് വിൽ ബി നോർമലി എമൗണ്ട് ഓഫ് ഫൈൻ എന്ന് പറയുന്നത് ഓൾറെഡി മാറിയിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ആ ഒരു എമൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. അപ്പം 64 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നിയമമാണ് ഇത്. അപ്പം ആ സമയത്ത് 50 രൂപ 100 രൂപ എന്നുള്ളത് ഓർമ്മിക്കാം. ഓക്കെ, അപ്പം ആ ഒരു എമൗണ്ട് തന്നെയായിരിക്കും ഇപ്പോഴും എന്ന് പറയുമ്പോൾ ആ ഒരു എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്നുള്ളത് ഓർമ്മിക്കാം. അപ്പം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ 50 രൂപ ഫൈന്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതണം. പുതിയ ഫൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ കോർട്ടാണ്. അപ്പം എക്സാമിന് എഴുതുമ്പോൾ 50 രൂപ തന്നെ എഴുതിയാൽ മതി. അപ്പം 50 രൂപയായിരിക്കും. പിന്നീട് വീണ്ടും അതേ കുറ്റകൃത്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 100 രൂപ ഫൈനായിട്ട് വരികയോ അല്ലെങ്കിൽ 3 വർഷം തടവുമാണ് ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷാണ് ഇവിടെ കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ ഇൻറ്റൻഷ്യലി വിൽഫുള്ളി ആനിമൽസിനെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ പരിധിയിലാണ് വരിക. 50 രൂപ ഫൈൻ ആദ്യം, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 100 രൂപയോ അല്ലെങ്കിൽ 3 വർഷം തടവോ ആണ് ശിക്ഷ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഓരോ ആനിമലിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ സിറ്റിസൺസിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അപ്പം അതാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ഓഫ് 1960. അത് 2 മാർക്കിനാണ് ചോദ്യം വരിക. Now, മൂന്നാമത്തെ പാർട്ടാണ്, അനിമൽ എത്തിക്സിലെ മൂന്നാമത്തെ പാർട്ടാണ് കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ആനിമൽ. ഓക്കെ, അതാണ് CPC-SCA എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ഓഫ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ആനിമൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 തരത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. ചിലപ്പം CPC-SCA എന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹൗ ഈസ് ആനിമൽ എക്സ്പെരിമെന്റ് ബീയിങ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ, അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം ഉണ്ടാവുക. ഈ 2 അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ഉണ്ടാവും. ഒന്നെങ്കിൽ CPC-SCA എന്ന് പറയുന്നത് മാത്രം 2 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ പാർട്ടായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, വാട്ട് ഈസ് കമ്മിറ്റി ഫോർ അല്ല ഹൗ ഈസ് ആനിമൽ എക്സ്പെരിമെന്റ് ബീയിങ് റെഗുലേറ്റഡ് ഇൻ ഇന്ത്യ എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പൊ 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എഴുതേണ്ടത് ഇതാണ്. ഓക്കെ, സോ ഇപ്പം ക്വസ്റ്റ്യൻ റെഗുലേഷൻ ആണെങ്കിൽ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഫോർ ദ റെഗുലേഷൻ ഓഫ് ആനിമൽ എക്സ്പെരിമെന്റ്സ് എ ബോഡി കോൾഡ് CPC-SCA വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1964. CPC-SCA stands for Committee for Purpose of Control and Supervision of Experiments on Animals. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതേണ്ട രീതിയും കൂടെ ഞാൻ പറഞ്ഞു തന്നു. സോ ലെറ്റ് us see what will be regulated by this body. So under the provision of Prevention of Cruelty to Animals Act 1960, നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലേഷനിൽ വരുന്നതാണ്, റെഗുലേഷന്റെ കീഴിൽ വരുന്ന ഒരു ബോഡിയാണ് CPC-SCA എന്ന് പറയുന്നത്. So its main function is to see that laboratory animals are well maintained and the experiments conducted on them follow internationally prescribed ethical norms and regulations. അതായത് നമുക്കിപ്പം ഈവൻ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ റിസർച്ച് ചെയ്യണമെങ്കിലും ആ യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള എത്തിക്കൽ ബോഡി ആ പെർട്ടിക്കുലർ ആനിമൽ എക്സ്പെരിമെന്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ആനിമലിനെ പിടിച്ച് എല്ലാ പരീക്ഷണങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചോയ്സ് നമുക്ക് ഇന്നില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് കൊണ്ട് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗം ഹ്യൂമൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് എത്തിക്കൽ കമ്മിറ്റിയുടെ റോള്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു എക്സ്പെരിമെന്റിന് ഒരിക്കലും എത്തിക്കൽ കമ്മിറ്റി അപ്രൂവൽ തരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പരീക്ഷണം വിജയകരമല്ലെങ്കിൽ ആ ആനിമൽസിനെ പീഡിപ്പിച്ചത് വെറുതെ ആവും അല്ലെ. അപ്പം അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യുക, ആനിമൽസിനെതിരെയുള്ള ക്രൂരത പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബോഡി ഉള്ളത്. ക്ലിയർ ആണല്ലോ.
അപ്പം എല്ലാ തരത്തിലുള്ള എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ബോഡിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈവൻ ഒരു ആനിമൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് നമ്മൾ പേപ്പർ പബ്ലിഷ് ചെയ്യണമെങ്കിൽ പോലും ഒരു അണ്ടർടേക്കിംഗ് നമ്മൾ കൊടുക്കണം. അതായത് എത്തിക്കൽ ക്ലിയറൻസോട് കൂടിയിട്ടാണ് ഈ ആനിമലിന്റെ ഈ പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത്, അതിന്റെ രേഖകൾ നമ്മളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അണ്ടർടേക്കിങ്ങിനോട് കൂടി മാത്രമേ ഈ പേപ്പേഴ്സ് എത്ര നല്ല ജേർണലുകൾ ആക്സെപ്റ്റ് ചെയ്യൂ. So the committee is empowered to make guidelines and the rules for the conduct of experiments on animals, to authorize its personnel to inspect any laboratory anytime, and to ban individuals and institutions from carrying out experiments on animals. എന്താണിത്? ഈ കമ്മിറ്റിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്? കൃത്യമായിട്ട് നോംസ് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ആനിമൽ എക്സ്പെരിമെന്റ്സ് എങ്ങനെ എന്തൊക്കെ രീതിയിൽ ചെയ്യണം, ആനിമൽസിനെ കീപ്പ് ചെയ്യുന്നത് ഏത് തരത്തിലായിരിക്കണം, ആനിമൽ ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് തരത്തിലായിരിക്കണം എന്നുള്ള നോംസ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അധികാരമുണ്ട്. രണ്ടാമത്തെ അധികാരം എന്താണ്? ഏത് ആനിമൽ എക്സ്പെരിമെന്റ്സ് ലബോറട്ടറിയോ ആനിമൽ ഹൗസോ എവിടെയായാലും അത് എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വിത്തൗട്ട്, അതായത് മുൻകൂട്ടി പെർമിഷൻ എടുക്കാതെ തന്നെ ആ ലാബിൽ പറ്റി പെട്ടെന്നൊരു ഇൻസ്പെക്ഷന് അധികാരമുണ്ട്. ആ ഇൻസ്പെക്ഷന്റെ ബേസിൽ ആ പെർട്ടിക്കുലർ ലാബിൽ അനധികൃതമായിട്ടാണ് ആനിമൽസിനെ കീപ്പ് ചെയ്യുന്നതും എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ലാബിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും ബാൻ ചെയ്യാനുള്ള അധികാരവും CPC SCA ഒക്കെ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അത്രയേ ഉള്ളൂ. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വരും. എങ്ങനെയാ ചോദ്യം വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അത് പ്രകാരം നമ്മൾ ആൻസർ. സോ ദാറ്റ്സ് അബൌട്ട് ആനിമൽ എത്തിക്സ്. ഓക്കെ.